തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ കേവല ഭൂരിപക്ഷം തികയ്ക്കാനാവാതെ ടി.വി.കെ 118 അംഗങ്ങളുടെ പിന്തുണ വേണമെന്ന് ഗവർണർ ഉറച്ചു നിന്നതോടെ സർക്കാർ രൂപീകരണം നീളുകയാണ്. അതേസമയം രാവിലെ 10 മണിക്ക് തുടങ്ങുമെന്നറിയിച്ച പെരുമാളവന്റെ വാർത്താസമ്മേളനം ഉച്ചയ്ക്ക് 1 മണിയായിട്ടും തുടങ്ങിയിട്ടില്ല. പദവി സംബന്ധിച്ച് ടി.വി.കെ നേതൃത്വവുമായി ചർച്ച തുടരുന്നതായാണ് സൂചന. അതിനിടെ ടി.വി.കെക്ക് പിന്തുണ നൽകിയിട്ടില്ല എന്ന് എ.എം.എം.കെ എം.എൽ.എ കാമരാജ് വ്യക്തമാക്കി. ടി.വി.കെ പുറത്തുവിട്ട ദൃശ്യം AI ആണെന്നാണ് വാദം. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും സുജിത് ചന്ദ്രനാണ് ചേരുന്നത്. സുജിത്, ഇപ്പോഴും നാടകീയതകൾ തുടരുന്നു എന്നുള്ളതാണ്, ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നു. വിജയ് ഈ 118 എന്നുള്ള സംഖ്യയിലേക്ക് ടി.വി.കെക്കും വിജയ്ക്കും എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യം എന്താണ്? സ്വാതി, നാടകീയതകൾക്ക് മേൽ നാടകീയത, ടെസ്റ്റുകൾക്ക് മേൽ ടെസ്റ്റുകൾ എന്നൊരു സാഹചര്യമാണ് തമിഴ്നാട്ടിൽ ഇപ്പോഴുള്ളത്. CPIM, CPI, VCK എന്നീ കക്ഷികളുടെ പിന്തുണയോടുകൂടി 118 സീറ്റിൽ ഇന്ന് രാവിലെ 11:30 വിജയ് അധികാരമേൽക്കുമെന്നായിരുന്നു ഇന്നലെ രാത്രിയിലത്തെ ധാരണ. എന്നാൽ പാതിരാ രാഷ്ട്രീയ നാടകങ്ങൾ സംഭവിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ന് പകലും ഈ രാഷ്ട്രീയ നാടകം തുടരുകയാണ്. അറിയിച്ചത്, അതായത് ലോക്ഭവനിൽ നിന്ന് ഗവർണർ പിന്നീട് അറിയിച്ചത് 118 പേരുടെ പിന്തുണക്കത്ത് കിട്ടിയിട്ടില്ല എന്നായിരുന്നു. 116 പേരുടെ പിന്തുണക്കത്ത് മാത്രമാണ് ഇപ്പോൾ ലോക്ഭവന് മുമ്പിലുള്ളത്. VCKയുടേതും പിന്നീട് പിന്തുണ നൽകുമെന്നറിയിച്ച മുസ്ലിം ലീഗിന്റെയും പിന്തുണക്കത്തുകൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്തുണക്കത്തുകൾ ഇമെയിൽ ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു VCK അധ്യക്ഷൻ പെരുമാവളവൻ പിന്നീട് അറിയിച്ചത്. അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന വൃത്തങ്ങൾ അറിയിച്ചത് ആ സംഘടന, ആ രാഷ്ട്രീയ കക്ഷിയുടെ എക്സ് ഹാൻഡിൽ ട്വീറ്റ് ചെയ്തതും അങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് രാവിലെ പെരുമാവളവൻ മാധ്യമങ്ങളെ കാണുമെന്നും ഈ പിന്തുണ പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചു. 10 മണിക്ക് അങ്ങനെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടെന്നായിരുന്നു പ്രവർത്തകർ മുഖാന്തരം അറിയിച്ചത്. അതൊരു ഒഫീഷ്യൽ അറിയിപ്പായിരുന്നില്ല. ഈ തമിഴ്നാട്ടിലെയും തെന്നിന്ത്യയിലെയും എല്ലാ ഭാഷാ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഇപ്പോൾ ഇന്നലെ CPIMന്റെയും CPIയുടെയും ഓഫീസിൽ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ഇപ്പോൾ VCKയുടെ ഓഫീസിൽ കാത്തു നിൽക്കുകയാണ്. പക്ഷേ ഉച്ചയ്ക്ക് 1 മണിയായിട്ടും 1 മണി കഴിഞ്ഞിട്ടും ആ വാർത്താ സമ്മേളനം നടക്കുന്നില്ല. പദവി സംബന്ധിച്ചൊരു തർക്കമാണ് നീണ്ടുപോകുന്നത് എന്നാണ് അറിയുന്നത്. അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനമടക്കം പെരുമാവളവന് വാഗ്ദാനം ചെയ്തിരുന്നതായി നേരത്തെ വാർത്തകളുണ്ട്. അതുതന്നെയാണോ ഇപ്പോഴും അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഏതായാലും VCK MLA-മാരായ വന്നി അരസ്, ജ്യോതിമണി എന്നിവരുമായി അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ ആവും വിജയ്ക്ക്. ഇന്ന് വൈകുന്നേരം ഒരുപക്ഷെ വീണ്ടും ഗവർണറെ കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും ഇന്ന് സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനി ഗവർണറെ കണ്ടതിന് ശേഷം ഗവർണറുടെ ഒരു തീരുമാനം കൂടി അതിൽ വരാനുണ്ട്. നേരത്തെ ഇതിൽ കൗതുകകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നേരത്തെ ഒരു വാട്സാപ്പ് മുഖാന്തരമായിരുന്നു പിന്തുണ അഭ്യർത്ഥിച്ചത് VCKയോട്. ഇന്നലെ ഇമെയിൽ മുഖാന്തരമാണ് പിന്തുണക്കത്ത് നൽകിയത്. എന്നാൽ നേരിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തന്നെ പിന്തുണക്കത്ത് വേണമെന്ന് ഗവർണർ ആവശ്യപ്പെടുകയായിരുന്നു. വാട്സാപ്പിൽ ചോദിച്ചപ്പോൾ ഇമെയിൽ കൊടുത്തു എന്നൊരു മധുരപ്രതികാരം എന്ന തരത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു വാർത്താ സമ്മേളനം ഇപ്പോൾ നീണ്ടുകൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ കോൺഗ്രസിന്റെ MLA-മാരെ ബംഗളൂരുവിലേക്ക് മാറ്റി എന്നറിയുന്നു. AIADMK ശരി സുജിത്.